ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാ പൊന്നി അരിച്ചോറ് തിളക്കുന്നുണ്ട്. പയർ മെഴുക്ക് പുരട്ടിയാക്കി. മെഴുക്ക് പുരട്ടിയിട്ടൊന്നുമില്ല, വെളിച്ചെണ്ണ ഇല്ലാണ്ടോ, ഉള്ളിയും തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് ഉപ്പും ഇട്ടിട്ട്. പിന്നെ ഇതാ നമ്മളെ നാടൻ കായവട്ടൽ, പച്ചമുളകും തേങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും പച്ച തേങ്ങ ഞെരടിയിട്ടത്. ഇത് വെന്ത് കഴിഞ്ഞാൽ വെന്തുടയുമ്പോൾ കറി റെഡി. ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. ചോറ് ബാക്കി വന്നാൽ വൈകുന്നേരം ഞാൻ ശാപ്പിടും. ഇതൊന്നും നോക്കണ്ട കേട്ടോ, ഇത് അപ്പുറത്തുള്ളവരുതാ, ഇത് നമ്മളത്. ഇതിനാവശ്യമായ ചേരുവകളിതാ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി. മില്ലിന്ന് വാങ്ങിയതാ, കാലിക്കറ്റ് ഫ്ലോർ മിൽ. ഓക്കെ. പിന്നെ ഉപ്പ്, തേങ്ങ അപ്പം വാങ്ങുന്നതോ. അതിൻ്റെ കോമഡി കാണിച്ചു തരാം. കണ്ടമാനം വാങ്ങിയാൽ ഫ്രീസറിൽ വെക്കാൻ സ്ഥലമില്ല. ഇതാണ് ഇവിടുത്തെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. ഇതിൽ ഇതാ ഈ തൈരിൻ്റെ ഡബ്ബ വെച്ച ഈ തട്ട്, ഇതിൽ നമ്മളെ സാധനങ്ങളുണ്ട്: പാല്, പച്ചക്കറികളും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം. തേങ്ങ അപ്പം വാങ്ങുന്നതാണ് ഉത്തമം എന്ന് തോന്നി. കാരണം മേലത്തെ ഇവരെ ഫ്രീസർ മുഴുവനും കണ്ടമാനം മത്സ്യമാംസാദികളും. ഇതാ ചോറ് ഞാൻ ഈ ചായപാത്രത്തിൽ കഞ്ഞിവെള്ളം ഊറ്റി ഇതിൻ്റെ അകത്തുണ്ട്. ആവി പോയിട്ട് തുറന്ന് കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കേട്ടോ പാട് വീഴുന്നത്. ഇനി വെള്ളം മിക്സ് ആക്കിയിട്ട് ഊറ്റട്ടെ, ഇല്ലെങ്കിൽ ഈ പൈപ്പ് താഴെ ഫ്ലെക്സിബിളാണ്, ഓട്ടയാവും. നമ്മളെ നാടൻ കായവട്ടൻ കുക്കറിന്ന് ഇങ്ങോട്ട് മാറ്റി. കാണുന്നില്ലേ? വെളിച്ചെണ്ണ ഒന്നും നനച്ചിട്ടില്ല, ഓയിൽ ഫ്രീ തന്നെ ആയിക്കോട്ടെ എന്ന് തിരിച്ചു. ഇനി ആ തേങ്ങ കുറച്ചുണ്ട്, അത് ഫ്രീസറിൽ വെക്കാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് കാറിപ്പോവും. അപ്പോൾ തന്നെ ചെറിയൊരു ഇതുണ്ട്, പക്ഷെ വെന്തപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ ആ തേങ്ങനെ നമ്മളാ കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ ഒന്ന് ചൂടാക്കി തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെക്കാം അല്ലേ. ഇതാ പൊന്നി അരിച്ചോറ് റെഡി. ഒരുവിധം വെള്ളം പോയിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് തന്നെ വാർത്തുകൊണ്ട്. പിന്നെ ബാക്കിയുള്ള തേങ്ങ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. തേങ്ങ കൊണ്ടുവന്ന ഈ ചെറിയ ഡബ്ബയും ഈ വലിയ ഡബ്ബയും കഴുകി ഡിഷ് വാഷ് ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ നമുക്ക് പച്ചക്കറി കട്ട് ചെയ്തിട്ട് ഇതിനകത്തിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ, അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ഞാൻ ഈ കോയൊക്കെ വൃത്തിയാക്കട്ടെ, കഴുകി തുടച്ച് കട്ട് ചെയ്ത് ഇതിൽ വെക്കട്ടെ. കോയൊക്കെ അവിടെ ഉണ്ട്, ഇതാണ്ടാ. ഇത് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഒരു 10-13 കോയൊക്കെ ഉണ്ട്. എല്ലാം കഴുകി തുടച്ച് വെച്ചു. പിന്നെ ഈ ബോക്സും തുടച്ചു, ഒരു ടിഷ്യൂ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈർപ്പം ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചെടുത്തോളുമല്ലോ. ഇനി ഇത് മുറിക്കട്ടെ. 2 പേർക്കുള്ള കോയക്ക ഇത്രേ വാങ്ങിയിട്ടുള്ളൂ, ഇത് മതിയല്ലോ. ഇനി ഇത് തീരുമ്പോൾ വാങ്ങാം. അപ്പം ഞാൻ ഇതിൻ്റെ സൈഡ് രണ്ടും കട്ട് ചെയ്തു. ഇനി കഴുകി വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കട്ടെ. കവറ് നമുക്ക് കളയണ്ടല്ലോ, എന്തിനെങ്കിലും ആവശ്യം വരും. കോയക്ക ഞാൻ മുറിച്ചിട്ടു. ഇതുപോലെ 2 പേർക്ക് ചോറിനുണ്ണാൻ തൊട്ടുകൂട്ടാൻ. അപ്പം ഇത് റെഡി. ഇനി ഇത് ഞാൻ ഈ ടിഷ്യൂ വെച്ച് ഈ ബോക്സിലിട്ട് വെക്കട്ടെ. അപ്പം നാളെ തന്നെ എടുക്കാം, ചീത്തയാവൂല. പിന്നെ ഈ കോയൊക്കെ മുറിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പഴുത്തു പോവില്ലേ. അപ്പോൾ ആ പ്രോബ്ലം സോൾവായി, പണിയും സിമ്പിൾ, എളുപ്പമായി. അപ്പോൾ ആ പണി കഴിഞ്ഞു. പിന്നെ ഈ ബോർഡ് ഞാനിപ്പോൾ വന്നപ്പോൾ വാങ്ങിയതാണ്. മറ്റേ പ്ലാസ്റ്റിക് ബോർഡിനേക്കാൾ എത്രയോ ഭേദമാണല്ലോ എന്ന് വിചാരിക്കുന്നു. മറ്റേതാകുമ്പം നമ്മൾ ചോപ്പ് ചെയ്യുന്നതിന് അതിൽ കര വീഴുമ്പം മൈക്രോ പ്ലാസ്റ്റിക്സ് ഭക്ഷണത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വരുന്നുണ്ട്. ഇതിൽ നിന്ന് വിലങ്ങനെ ഒന്നും വരില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇനി അടുത്ത പണി, നേരത്തെ ചൂടാക്കി വെച്ച ഈ തേങ്ങ മഞ്ഞളും ഉപ്പും ഇട്ട് ചൂടാക്കിയതാണ്. ഇനി ഇത് നമ്മൾ തേങ്ങ വാങ്ങിയ ഡബ്ബ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ടല്ലോ, ഇതിൽ തന്നെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ ഉപയോഗിക്കാമല്ലോ. ഇല്ലേ പിന്നെ തേങ്ങ കാറിപ്പോവും. അപ്പോൾ അത് പാക്ക് ചെയ്യട്ടെ.